റസാഖ് എന്ന ഈ സഹോദരൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സഹോദരനുണ്ടായിരുന്ന വലിയ കടബാധ്യത അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പൂർണ്ണമായി മാറ്റപ്പെടും വിധം അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ജീവിത പങ്കാളിക്ക് ഒരു ജോലി ലഭിച്ചതും മറ്റൊരു ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ്സ് വേഗത്തിലാക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ വഴി സാധ്യതകൾ തെളിഞ്ഞതിനെയുമാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒരു അക്രൈസ്തവ മകനാണെങ്കിലും അമ്മയിലും ഈശോയിലും പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് യാതൊരു സങ്കോചവുമില്ലാതെ എല്ലാ മനുഷ്യർക്കിടയിലേക്കും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറുവാൻ സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി വ്യാപരിക്കുകയും ചിലപ്പോഴെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്ന് ആ കൃപാസനത്തിൻ്റെ പത്രം കൈമാറുമ്പോൾ നീരസം കാണിക്കുന്നതും അത് സ്വീകരിക്കുവാൻ അവർ പ്രയാസം കാണിക്കുന്നതിനെയാണ് സങ്കടമായി എഴുത്താരികൾ സൂചിപ്പിച്ചത്. എങ്കിലും അതിനെക്കുറിച്ച് പരിഭവമില്ലാതെ ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഈശോ എന്നെ ഏറ്റുപറയുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഉടമ്പടി ജീവിതം പൂർണ്ണമായ ശ്രദ്ധയിലും സ്നേഹത്തിലും എങ്ങനെ നയിക്കുന്നുവെന്ന് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അലസമായി കൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. എന്തും എങ്ങനെയുമാകാമെന്ന് കരുതിയൊക്കെ ജീവിക്കുന്നവർക്ക് ജീവിതം ക്രിസ്തുവിനോട് കൂടി അല്ലെങ്കിൽ അത് നാശത്തിനും ദുരന്തത്തിനും കാരണമാകുമെന്ന് നമ്മളെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ ഏതെങ്കിലും ചില പ്രാർത്ഥനകൾ ചൊല്ലുകയല്ല, ദൈവത്തിന് സ്വന്തമാകുന്ന ഒരു ജനതയായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടലുണ്ടാകും, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ തീഷ്ണതയും തീവ്രതയും ഉണ്ടാകും. നമ്മളെ തന്നെ ആന്തരികവും ബാഹ്യവുമായി ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ നിരന്തരമായി നാം പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം കാര്യസാധ്യത്തിന്റെ ജീവിതം അല്ല, മറിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൽ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവൻ അനേകർക്ക് ഇന്നും അത്ഭുതങ്ങളിലൂടെ അവൻ്റെ അടയാളങ്ങളിലൂടെ ജീവിതവും ജീവിത മാർഗങ്ങളും തെളിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് മരിയൻ ഉടമ്പടി എന്നത്.